السلام عليكم ورحمة الله وبركاته. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദി യൗവൽ മൈദരായി പാരച്ചുവച്ച മുഹമ്മദാ ബദറിലും ബദറിലെങ്കിടുന്നോരെ കാണുവാൻ വീതി ഏകല്ലാ. സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. മക്ക മണ്ണിലെ താരമേ പതി റൗളവാനിലെ സൂനമേ ഇസ്കറിയാതെ പാടിടുന്നു ഞാൻ സ്നേഹഗീതവും കേൾക്കണേ. സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ സയ്യിദന്മാരെ, എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം പാടുന്നതും കേൾക്കുന്നതും അല്ലാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൽ നമ്മൾക്ക് ഏവർക്കും അല്ലാഹു സന്തോഷവും റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് മൊയ്ൻകുട്ടി വൈദ്യരുടെ ബദർ ചരിത്രത്തിൽ നിന്നും ഒരു അല്പം ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പാടാം. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ നിരാശയോടെ മദീന പള്ളിയിൽ കഴിഞ്ഞുകൊടുമ്പോൾ പ്രിയപ്പെട്ടവരെ അതാ കടന്നു വരുന്നു ജബറുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുന്നു. സുരകോവാലക്കുടനെ പുരിവാളും ഹക്കുടേ തിരുദൂതർ മുമ്പിലടവാ. ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് പറയുന്നു, നിരാശപ്പെടേണ്ട നബിയെ, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട നബിയെ, 5000 പൊന്നുലാഭത്തോടെ അഹങ്കാരികളായ മക്ക ഖുറൈശികൾ പുറപ്പെട്ടിരിക്കുന്നു. അവർ ഷാമിൽ നിന്ന് തിരിച്ചിരിക്കുന്നു. അതുകൊണ്ട് നബിയെ നിങ്ങൾ പുറപ്പെടുക. ഹബീബായ നബിക്ക് വിവരം കിട്ടിയപ്പോൾ അല്ലാഹുവിന്റെ സഹാബത്തും ഈ സംഘത്തിനെ പിടിക്കാൻ, അവർക്ക് അവകാശപ്പെട്ട സ്വത്ത് അവരിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടിയാണ് പുറപ്പെടുന്നത്, അല്ലാതെ യുദ്ധത്തിന് വേണ്ടിയല്ല, യുദ്ധത്തിനല്ല അവർ പുറപ്പെടുന്നത് എന്ന് എല്ലാവരും മനസ്സിലാക്കണം. അവർ ഏത് ലക്ഷ്യത്തിന് വേണ്ടി പുറപ്പെടുമ്പോഴും ഓരോ പതാക പിടിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ബദറിലേക്ക് പുറപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത പതാക അത് 3 പതാകയായിരുന്നു. ബദറുൽ ഹുദായാ സീരൻ നബി ഖറജാൻ നേരം വളർക്കൊടി മൂടന്നേ ഇടയതിലോണ്ടേ അബിയൽ വർണ്ണവദാൻ പിന്നിലണ്ടും അസ്വദുമാവേ. സദത കുടൈ കോ
തന്തോള മിസ്അബിലീന്ദ അവരത് തരപിടി ചെയ്താറ്റൽവും വിലവിലയാകെ ഇതമെക്കാന്താം സഖി പുലിയടിയാർ തങ്ങൾക്കും യദുലമാ മൂന്നാം സഅ്ബ് മുആദിൽ അരശരയിടബലവും നീന്താൻ അവരൊരു പേരും. പ്രവാചകൻ കൊടുക്കുന്ന പതാക ഏറ്റുവാങ്ങാൻ സഹാബത്ത് ഇടമത്സരം നടത്താറുണ്ട്. കാരണം എന്താണെന്ന് അറിയുമോ? മുത്തുനബിയുടെ കയ്യിൽ അത് റിസാലത്തിന്റെ കൈയാണ്, അത് ബർക്കത്തുള്ള കൈയാണ്. അതുകൊണ്ട് എന്ത് കിട്ടിയാലും ഖൈറാണ് എന്ന് മനസ്സിലാക്കുന്ന സഹാബത്തുൽ കിറാം കണ്ടില്ലേ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പവിത്രമായ കൈയിന്റെ മഹത്വം? വെള്ളിയാഴ്ച പള്ളിയിൽ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? വിരലുകൾക്കിടയിൽ നിന്ന് ശുദ്ധജലം നരുകരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങളുടെ മൗഇദത്തിന്റെ കൈകൊണ്ടാണ്, ആ കൈകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടി കൊടുക്കുന്നത്. എങ്ങനെയാണ് അവർ പുറപ്പെടുന്നത്? അതും നമുക്ക് പരിശോധിക്കാം. ബദറുൽ ഹുദായാസീനം നബി ഹറജാവന്നേരം വളർകൊടി പോണ്ടേ ഇടയതിലോണ്ടേ അഭിയം വർണ്ണവതാം പിരിന്തണ്ടും അസ്വദുമാവേ. പ്രിയപ്പെട്ടവരെ, ചരിത്രം നല്ലതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കണം. പരിശുദ്ധ പ്രവാചകൻ മോചിതത്തിന്റെ കരങ്ങളെ കൊണ്ട് ബദറുൽ ഹുദാ യാസീൻ നബി ഹറജാ നേരം സന്മാർഗത്തിന്റെ പൂർണ്ണചന്ദ്രനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 കൊടികൾ എടുത്തുകെട്ടി. ഏതൊക്കെ കളറുള്ള കൊടിയാണ് എടുത്തുകെട്ടിയത്? അബിയൽ വർണ്ണവതാം പിരിന്തണ്ടും അസ്വദുമാവേ. ഒരു വെളുത്ത കൊടിയും 2 കറുത്ത കൊടിയും പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോചിതത്തിന്റെ കൈകൾ കൊണ്ട് കെട്ടി. നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കണേ. 300 ചില്ലാനമാണ് സഹാബത്തുള്ളത്. 950 ഏറ്റുമുട്ടുന്നത്. അവരുടെ ഈമാനിക ആവേശം എത്രമാത്രമാണ്! ആരാണ് ഈ പതാക ഏറ്റുവാങ്ങുക? ആരുടെ കയ്യിലാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പതാക ഏൽപ്പിക്കുക എന്ന് എല്ലാവരും ഉറ്റുനോക്കുകയാണ്, ശ്രദ്ധിക്കുകയാണ്. സഹാബത്ത് ചിന്തിക്കുകയാണ്, റബ്ബേ, എന്റെ കയ്യിലാണ് ആ പതാക കിട്ടിയെങ്കിൽ എത്ര നന്നായിരുന്നു, എത്ര സന്തോഷമായിരുന്നു എന്നവർ ചോദിക്കുകയാണ്. അവർ ഓരോരുത്തരും റസൂലുള്ളാഹിന്റെ ആ പുഞ്ചിരി തൂകുന്ന, ആ പ്രകാശിക്കുന്ന മുഖത്തേക്ക് നോക്കുകയാണ്. ഹൈറ്റ് കുറഞ്ഞ സ്വഹാബികൾ കാല് ഊന്നിപ്പിടിച്ച് ഹൈറ്റ് തോന്നാൻ വേണ്ടി അവർ പൊന്തി നിൽക്കുകയാണ്. ഈ സമയത്ത് ഹബീബായ നബിയുടെ ഇടത് കൈയിൽ പിടിച്ച 3 കൊടികളിൽ നിന്ന് ഒരു കൊടിയെടുത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോചിതത്തിന്റെ കരങ്ങളിലേക്ക് മാറ്റിപ്പിടിച്ചു. എന്നിട്ടോ അവരത് തലപിടി ചെയ്താറ്റൽ വിലവിലയാതെ. അരമ്പപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3ാമത്തെ കൊടിയെടുത്തിട്ട് റസൂലുള്ളാഹി വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സദസ്സിലേക്ക് മാറി മാറി നോക്കിയിട്ട് വിളിച്ചു, അയിന മുസ്അബ് ഇബ്നു ഉമൈർ, എന്റെ മുസ്അബ് ഇബ്നു ഉമൈർ എവിടെയാണ്? റസൂലുള്ളാഹി ചോദിക്കുമ്പോൾ ആ സൈന്യത്തിന്റെ പിൻഭാഗത്തുനിന്ന് ബഹുമാനപ്പെട്ട മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ആവേശത്തോടെ റസൂലുള്ളാഹിനെ വിളിക്ക് ഉത്തരം ചെയ്യാൻ ഹബീബിന്റെ മുമ്പിലേക്ക് കടന്നു ചൊല്ലുന്നു. ലബ്ബൈക വസഅദൈക യാ നബിയല്ലാഹ്, നബിയെ ഞാൻ എത്തിക്കഴിഞ്ഞു. സദദ കുടൈക്കോട്ടും തിരുകരവാനുണ്ടാവ
കാത്തതിന നബി തന്തോള മിസ്അബിലീന്ദ അവരത് തലപിടി ചെയ്താറ്റൽ മുമ്പിലനിലയാകെ. പ്രവാചകൻ മൂന്നാമത്തെ കൊടിയെടുത്ത്, മുസ്തഫേ നിന്റെ കയ്യിലാണ് ഞാൻ മൂന്നാമത്തെ പതാക നൽകുന്നത്. ഈ പതാക നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതുവരെ ഈ പതാകയെ നീ സംരക്ഷിക്കണം മുസ്തഫേ. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ കൊടിയെടുത്ത് വലത് കൈയിലേക്ക് മാറ്റിപ്പിടിച്ച് റസൂലുള്ളാഹി വിളിക്കുന്നു, ഐന അലി, എന്റെ അലി എവിടെയാണ്? ഖൈബറിനെ വിറപ്പിച്ച മുറഹബിനെ പാഠം പഠിപ്പിച്ച എന്റെ അലി എവിടെ? ലബ്ബൈക വസഅദൈക യാ റസൂലല്ലാഹ്, ഹബീബേ അങ്ങയുടെ ഹദറത്തിൽ ഞാനുണ്ട്. ഇതമേ ഉക്കാംബാംസത്തെ ഈ പുലി അലിയാർക്കും ഈയതുലമാം മൂന്നാം സഅദ് ഇബ്നു മുആദിൽ അലിയാർ തങ്ങൾക്ക് ഉഖാബ് എന്ന കൊടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്നത്. അങ്ങനെ രണ്ടാമത്തെ കൊടിയെടുത്ത് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കയ്യിലേൽപ്പിക്കുകയാണ്. ഇനി ഒരു കൊടി ബാക്കിയുണ്ട്, അത് എനിക്ക് വേണമെന്ന് പലരും ആഗ്രഹിക്കുന്നു. ആർക്കാണ് അല്ലാഹുവിന്റെ റസൂൽ ആ കൊടി കൊടുക്കുന്നത്? നമുക്കൊന്ന് നോക്കാം. ഇതമേൽക്കാം സത്തി പുലിയറിയാർ തങ്ങൾക്കും യദുലമാം സഅദ് ഇബ്നു മുആദിൽ അരശരയിടബലവും നീലാരൻ ഗവരിനു പേരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാല് ഭാവം നോക്കി മൂന്നാമത് വിളിക്കുന്നു, ഐന സഅദ് ഇബ്നു മുആദ്. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഹാജരാകുന്നു. നബിയേ, ഞാനിവിടെ എത്തിക്കഴിഞ്ഞു, ഞാൻ അടുത്ത് നിൽക്കുന്നു. അങ്ങനെ മൂന്നാമത്തെ കൊടിയെടുത്ത് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന് കൊടുക്കുന്നു. അവർ രണ്ടുപേരും രാജാവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടത്തും വലത്തുമായി നിലകൊള്ളുന്നു. വലത്ത് അലി റളിയല്ലാഹു അൻഹു, ഇടത്ത് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു നിലയുറപ്പിച്ചു. മഹാപ്രിയപ്പെട്ടവരെ, ഹബീബായ നബിയും സഹാബത്തും ഒരു യുദ്ധത്തിന്റെ സന്നാഹത്തിന് വേണ്ടി പുറപ്പെട്ടതല്ല. ആ സൈന്യത്തിന്റെ കയ്യിലുള്ള ആയുധം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് അവരുടെ കയ്യിലുള്ള ആയുധം എന്താണ്? അതത് അതിൽ അതിന്റെ വിപൂണ്ടേ അവരിലെ അടവസയോറിബാഹും. അതത് സുറൂണ്ടൊമ്പത്, ഒരു കൗലിൽ 6 എണ്ണം, 9 പടയെങ്കിലും ഒരു കൗലിൽ 6 എണ്ണമെന്നും അഭിപ്രായമുണ്ട്. അതിൽ മികും സാത്തുൽ ഫുദൂൽ, അതിന്റെ വിപൂണ്ടേ, അതിൽ ഏറ്റവും മെച്ചപ്പെട്ടത് മുന്തിയതായ സാത്തുൽ ഫുദൂൽ എന്ന പടയെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നബിയോട് അണിയാൻ സ്വഹാബത്ത് നിർദ്ദേശം കൊടുത്തു. അവരിലെ അടവസുയൂഫേറ്റണ്ട് അവരുടെ കയ്യിലുള്ള വാള് 8ഉം അവരുടെ അടുത്തുള്ള കുന്തം 9 എണ്ണവുമാണ്. മഹതുളിവാൽ പേരെന്നും നിൽബദിന ചമ്പൽ കരമേലി പരസുകളുണ്ട് അതിലെ മതതുടയോർത്തങ്ങൾക്ക് ഇരുവരിതാമേ.
സ്വഹബുകളിൽ പോണ്ടാളി അബുമർസരണ്ടോർ സയ്യദ പേർ ഖൈലുണ്ടും പുലിലപദാദി സബ്ഹ തദ്ബർജതാരണ്ടി ഒരു തുരകം ഇളുബ് എന്നുള്ള വാള് ഭയങ്കര ലംഘുന്ന പ്രകാശമുള്ള വാളാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലാണുള്ളത്. ആ വാളിന്റെ പ്രത്യേകത മുമ്പ് നേരത്തെ ക്ലാസ് എടുത്ത നമ്മുടെ മുസ്തഫ സഖാഫി ഉസ്താദ് വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ പറയുന്നത് കുതിരകൾ 5 ഉണ്ട്. 5 കുതിരകളാണ് അവരുടെ കൈവശത്തിലുള്ളത്. അതിയിലെ മദതുടയോ തങ്ങൾക്കാം ഇരുവരുത്താമേ. അല്ലാഹുവിന്റെ സഹായം കിട്ടുന്ന റസൂലുള്ളാഹിന്റെ 2 കുതിരകൾ. പിന്നെ പറയുന്നു സഹബുകളിൽ മൂണ്ടാളിൽ അബുമർസദണ്ടോ സൈലന പേർ ഖൈലുണ്ടും പുലിനപദാദി സബ്ഹ തദ്ബർജതാരണ്ടി ഒരു തുരകം റസൂലുള്ളാഹിന്റെ സഹാബത്തിൽപ്പെട്ട മഹാന്മാരായ 3 സഹാബത്തിന് കുതിരകളെ കൊടുത്തു. ഒന്നാമത്തെ കുതിരയെ കൊടുത്തത് മർസദ് ഇബ്നു അബീ മർസദ് റളിയല്ലാഹു അൻഹുവിനാണ് ഒന്നാമത്തെ കുതിര കൊടുത്തത്. അബൂ മർസദ് എന്നവരുടെ മോനായ മർസദ് എന്നവർക്കാണ് ഒന്നാമത്തെ കുതിര കൊടുത്തത്. സബ്ഹ തദ്ബർജതാരണ്ടി ഒരു തുരകം സബുഹത്ത് എന്നോ ബർജത്ത് എന്നോ പേരുള്ള അത് 2ലും അഭിപ്രായ വ്യത്യാസങ്ങളാണുള്ളത്. 2ൽ ഒരു പേരുള്ള കുതിരയെ മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിന് കൊടുത്തു എന്നാണ്. വിലയസൂബെന്നും പുരപുരവീതാലും മുണ്ടരി സബൂന നെടിലുകൾ ഉളതവയിൽ ഉണ്ടെന്ന പല പല കൗല. മഹാനായ സയ്യിദുനാ സുബൈർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ അസൂബ് എന്ന കുതിരയാണ് കൊടുത്തത്. മഹാനായ സുബൈർ റളിയല്ലാഹു അൻഹുവിന് അസൂബ് എന്ന കുതിര കൊടുത്തു. പിന്നെ പറയുന്നു പിന്നെ അവരുടെ കൈവശമുള്ളത് ഒട്ടകങ്ങൾ 70 ഒട്ടകങ്ങളാണുള്ളത്. വിലയസൂബെന്നും പുരപുരവീതാനും മുണ്ടനി സബൂന നെടിലുകൾ ഉളതവയിൽ ഉണ്ടുന്നാൻ പല പല കൗല. അങ്ങനെ 70 ഒട്ടകങ്ങളാണ് അവരുടെ കൈവശത്തിലുള്ളത്. ഇതൊക്കെയും പല പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നാലും ഇതിലും പ്രബലമായ അഭിപ്രായം 70 തന്നെയാണ്. നബിയും സഹാബത്തും എന്നാണ് പുറപ്പെടുന്നത്. ചെറുകളിൽ പോരീശമികും റമദാനീരാറും ചെറുപുടേ തിങ്കൾ യൗമിരിലരികോരും അറജൊടു ശൈലയുന്നീടെ തിരുനബി തങ്ങൾ. ഒരു ശനിയാഴ്ച ദിവസം റമദാൻ 12-നാണ് 305 സഹാബാക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മദീനയിൽ നിന്ന് പുറപ്പെടുന്നത്. സഹോദരങ്ങളെ, ഞാൻ ഈ ചരിത്രം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ജീവിതത്തിൽ നമുക്ക് ഏവർക്കും സന്തോഷവും റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മുർ റഹീമായ മൽക്കുൽ മുലൂക്കായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങൾ സാധുക്കളാണ്, പാപികളാണല്ലാ. അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണല്ലാ. എല്ലാ തെറ്റുകളും നിന്റെ മഹതായ ഫള് കൊണ്ട് ഞങ്ങൾക്ക് നീ പൊറുത്തു തരണേ അല്ലാ.
റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, കണ്ടാൽ അറുക്കുന്ന വെറുക്കുന്ന രോഗങ്ങൾ നോക്കി ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. റബ്ബേ, ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങൾ ഉസ്താദുമാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, ഞങ്ങളെ സഹായിച്ചവർ, റബ്ബേ അവർക്കെല്ലാം ദീർഘായുസ്സുള്ള ആഫിയത്ത് നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾ ക്ലാസ് എടുത്തു തരുന്ന ഉസ്താദുമാർ റബ്ബേ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചാണ് അവർ ക്ലാസ് തരുന്നത്. റബ്ബേ, അവർക്ക് ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് പഠിതാക്കളായ ഉസ്താദുമാര് ഗ്രൂപ്പിലുണ്ട് റബ്ബേ, അവർക്ക് നീ സന്തോഷം കൊടുക്കണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീക്ക് സന്തോഷം നൽകണേ അല്ലാഹ്. മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ കുടുംബങ്ങൾ സ്നേഹിച്ചവർ, സഹായിച്ചവർ റബ്ബേ, അവരേതെല്ലാം പള്ളിക്കാട്ടിലാണോ അവരുടെ ഖബർ വിശാലത കൊടുക്കണേ അല്ലാഹ്. സ്വർഗീയ അനുഭൂതികളെ കൊണ്ട് ഖബർ നിറക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾക്ക് ഈ വന്നുപെട്ട ഞങ്ങളെയും ഈ പെട്ട മഹാമാരിയെ തൊട്ട് ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ അല്ലാഹ്. റബ്ബേ, അവസാനം ഈമാനോടുകൂടെ കരിമ ചൊല്ലി മരിക്കുന്ന മുഅ്മിനീകളിൽ മുത്തഖീകളിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا خاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.